ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ നിർണായകമായ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ സംസ്ഥാനത്ത് പരസ്യ പ്രചരണത്തിനുള്ള സമയപരിധി അവസാനിച്ചിരുന്നു. രണ്ടാം ഘട്ടത്തിൽ 38 സീറ്റുകളാണ് ജനവിധി തേടുന്നത്. ഒന്നാം ഘട്ടത്തിൽ 43 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് നടന്നിരുന്നു. ഏറെ നിർണായകമായ മേഖലകൾ അടങ്ങിയതാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ. അതുകൊണ്ട് തന്നെ ഭരണകക്ഷിയായ JMM കോൺഗ്രസ് സഖ്യവും പ്രതിപക്ഷമായ BJP AJSU സഖ്യവും വളരെ പ്രതീക്ഷയോടെയാണ് വോട്ടെടുപ്പ് ഉറ്റുനോക്കുന്നത്. സാന്താൾ പർഗാന മേഖലയിൽ നിന്നുള്ള നിർണായക സീറ്റുകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇക്കുറി ആദിവാസി വിഭാഗത്തിന്റെ വോട്ടിനായി ഇരു മുന്നണികളും കഠിന പ്രയത്നം നടത്തിയത് ഈ മണ്ഡലങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. കഴിഞ്ഞ തവണ ഇവിടെ വലിയ നേട്ടമുണ്ടാക്കിയത് ഇന്ത്യ സഖ്യമായിരുന്നു. JMM കോൺഗ്രസ് പാർട്ടികൾ ഇവിടുത്തെ 14 മണ്ഡലങ്ങളും വിജയിച്ചിരുന്നു. ഇക്കുറി പക്ഷേ BJP വൻ പ്രതീക്ഷയിലാണ്. ഹരിയാന തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോൺഗ്രസിനെ അപ്രതീക്ഷിതമായി ഞെട്ടിക്കുന്ന ഫലം വന്നതുകൊണ്ട് അത് ജാർഖണ്ഡിലും സംഭവിക്കുമെന്നാണ് അവർ കരുതുന്നത്. സത്യത്തിൽ എന്താണ് കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലായി സംസ്ഥാനത്ത് BJPയുടെ പ്രകടനം? നിലവിൽ ജാർഖണ്ഡ് ഭരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ കീഴിലുള്ള JMM കോൺഗ്രസ് പാർട്ടികളാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പക്ഷേ BJPക്ക് സംസ്ഥാനത്ത് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് സീറ്റ് നില വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും സംസ്ഥാനത്ത് വോട്ട് ശതമാനത്തിൽ അവർക്ക് കാര്യമായ മുന്നേറ്റം നേടിയെടുക്കാൻ കഴിഞ്ഞുവെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, അതായത് 2019-ൽ സംസ്ഥാനത്ത് BJPക്ക് നേടാൻ കഴിഞ്ഞത് 25 സീറ്റുകളാണ്. ദീർഘനാളായി സഖ്യകക്ഷിയായിരുന്ന AJSUവിനെ മാറ്റി നിർത്തി ഒറ്റയ്ക്കാണ് ഇവിടെ പാർട്ടി മത്സരിച്ചത്. അത് അവരുടെ തിരഞ്ഞെടുപ്പ് ഫലത്തെ കാര്യമായി സ്വാധീനിച്ചു എന്ന് വേണം പറയാൻ. ഈ തിരഞ്ഞെടുപ്പിൽ JMM 30 സീറ്റുകൾ നേടി. കോൺഗ്രസ് RJD സീറ്റുകൾ കൂടി ചേർന്നതോടെ അവരുടെ ഭൂരിപക്ഷം 47ആയി ഉയർന്നു. എന്നാൽ BJPയുടെ വോട്ട് വിഹിതം കൂടിയിരുന്നു. എങ്കിലും ഭരണം നിലനിർത്താമെന്ന അവരുടെ മോഹം അസ്ഥാനത്തായി. അതിനു മുൻപ് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ, അതായത് 2014-ൽ സംസ്ഥാനത്ത് BJP വലിയ മുന്നേറ്റം തന്നെയാണ് ഉണ്ടാക്കിയത്. ആ തിരഞ്ഞെടുപ്പിൽ BJP നേടിയത് 37 സീറ്റുകളാണ്. സഖ്യകക്ഷിയായ AJSUവിന്റെ 5 സീറ്റുകൾ കൂടി ചേർന്നതോടെ അവർ കേവല ഭൂരിപക്ഷം കടക്കുകയായിരുന്നു. ഇത്തവണ 2014-ലേതിന് സമാനമായ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനാണ് BJP ശ്രമിക്കുന്നത്. അതിനായി ആദിവാസി വിഭാഗങ്ങളെ കയ്യിലെടുക്കാനുള്ള നീക്കങ്ങളാണ് കൂടുതലായി നടത്തിയതെന്ന് കാണാം. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റം പോലെയുള്ള വിഷയങ്ങൾ പ്രാധാന്യത്തോടെ ഉയർത്തിക്കാട്ടാനുള്ള അവരുടെ ശ്രമവും ഇതിന്റെ ഭാഗമായിരുന്നു. സാന്താൾ പർഗാന മേഖലയിൽ കഴിഞ്ഞ തവണത്തെ 4 സീറ്റുകൾ എന്ന നിലയിൽ നിന്ന് മുന്നേറിയാൽ BJPക്ക് അത് ഗുണമാവും. അതിന് അവർക്ക് കഴിയുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചരണം അവസാനിച്ചത് കഴിഞ്ഞ ദിവസമാണ്. 20-നാണ് തിരഞ്ഞെടുപ്പ്. മഹാരാഷ്ട്രയിൽ ഒറ്റഘട്ടമായും ജാർഖണ്ഡിൽ 2 ഘട്ടവുമായാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നവംബർ 13-നായിരുന്നു ജാർഖണ്ഡിലെ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടന്നത്. വീറും വാശിയും നിറഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിരുന്നു ഇരു സംസ്ഥാനങ്ങളും സാക്ഷ്യം വഹിച്ചത്.